കോഴിക്കോട് ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. ആശ്വാസകരമാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവായിട്ടില്ല. 32 ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. 964 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. ഓറഞ്ച് അലർട്ടാണ്. എന്നാലും അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയുമാണ്. മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ജാഗ്രത കൈവിടാൻ സമയമായിട്ടില്ല എന്ന് തന്നെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് പറയുന്നത്. ലതീഷ് ഉണ്ട്, നോക്കാം എന്താണ് കോഴിക്കോട്ടെ മഴയുടെ അവസ്ഥയെന്ന്. ലതീഷ്, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത മഴയായിരുന്നു. 2 ദിവസം മുമ്പ് അല്പം മഴ മാറി നിന്നെങ്കിലും ഇന്നലെ വീണ്ടും മഴ കനക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കോഴിക്കോട് ജില്ലയിൽ പ്രധാന പ്രശ്നമായി മാറിയത് ചാലിയാറും അതേപോലെ തന്നെ പൂനൂർ പുഴയുമെല്ലാം കരകവിഞ്ഞൊഴുകിയതാണ്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവായിട്ടില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് കോഴിക്കോട് നഗരത്തോട് ചേർന്ന അല്ലെങ്കിൽ കോഴിക്കോട് താലൂക്കിൽ തന്നെയാണ്. കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് പൂനൂർ പുഴ കരകവിഞ്ഞൊഴുകിയതിനാൽ കക്കോടി, കണ്ണാടിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ, അതേപോലെ തന്നെ മാവൂർ റോഡ് കടന്നുപോകുന്ന പല പ്രദേശങ്ങളിലും ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലെല്ലാം വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 32 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് കോഴിക്കോട് ജില്ലയിൽ ആകെ പ്രവർത്തിക്കുന്നത്. 365 കുടുംബങ്ങളിലെ 964 പേരെ നിലവിൽ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ ഭൂരിഭാഗം ക്യാമ്പുകളിൽ നിന്നും ആളുകൾക്ക് വീടുകളിലേക്ക് മടങ്ങാൻ കഴിയും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ വെള്ളം ഉയർന്ന് അല്ലെങ്കിൽ വെള്ളം പൊന്തിയതിനെ തുടർന്ന് വീടുകളിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അതെല്ലാം പരിഹരിച്ചിട്ട് വേണം അവർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും ക്ലീനിങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് മഴ മാറി നിൽക്കുകയാണെങ്കിൽ വീട്ടുകാർ കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചാലിയാറും പൂനൂർ പുഴയും കരകവിഞ്ഞൊഴുകിയുണ്ടായ പ്രശ്നങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ ഈ മഴക്കാലത്ത് വലിയ ദുരിതങ്ങളായി മാറുകയും ആളുകളെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ ഒരു ശ്രമദാനം എന്നുള്ള നിലയിൽ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കാനും കഴിഞ്ഞത്. എന്തായാലും മറ്റ് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല. വീടുകൾ തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കിണർ ഇടിഞ്ഞു താഴുന്ന നിലയുണ്ടായിട്ടുണ്ട്. എന്നാലും ആളുകൾക്ക് പരുക്കേൽക്കുകയോ അല്ലെങ്കിൽ മറ്റ് അത്യാഹിതങ്ങൾ സംഭവിക്കുകയോ ചെയ്യാത്തത് വലിയ ആശ്വാസം തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ. എന്തായാലും മലയോര പ്രദേശങ്ങളിൽ, നഗരപ്രദേശങ്ങളിൽ മഴ കുറേ മണിക്കൂറുകളായി മാറി നിൽക്കുകയാണെങ്കിലും മലയോര പ്രദേശങ്ങളിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നതിനാൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും അവധിയാണ്. വെള്ളിയാഴ്ച അവധിയായിരുന്നു, ശനിയാഴ്ച അവധി നൽകിയിരുന്നു, ഞായർ കഴിഞ്ഞു, തിങ്കളും ചൊവ്വയും ഇന്നലെയും ഇന്നും വീണ്ടും അവധി നൽകുന്ന സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെള്ളക്കെട്ടിൽ വീണുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും മറ്റുമായി തന്നെയാണ് പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധി നൽകുന്ന സാഹചര്യമുള്ളത്. ഒപ്പം 32 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിൽ മഹാഭൂരിപക്ഷം ക്യാമ്പുകളും പ്രവർത്തിക്കുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ അവധി നൽകിയത്. എന്തായാലും മഴ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ട് എങ്കിലും തെളിഞ്ഞ കാലാവസ്ഥയൊക്കെയാണ് നമുക്ക് ദൃശ്യമാകുന്നതെങ്കിലും പൂർണ്ണമായും മഴ മാറി എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മഴയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയും. മനു.